കലോത്സവത്തിന് വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന കലാപ്രതിഭകൾക്ക് എല്ലാ നേരവും കൃത്യമായി നല്ല സുഭിക്ഷമായ ഭക്ഷണം എല്ലാ വർഷത്തേതും പോലെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി പഴയിടം മോഹനൻ നമ്പൂരി തന്നെയാണ് ഈ വർഷവും പാചകപ്പുര കൈകാര്യം ചെയ്യുന്നത്. ഏകദേശം 25 വർഷക്കാലമായിട്ട് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുര കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മോഹനൻ നമ്പൂതിരിയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ നാട്ടിലായ തൊടുപുഴ കലോത്സവത്തിലാണ് എന്ന് തോന്നുന്നു. 99-ലായിരുന്നു തൊടുപുഴയിൽ വന്ന് 99-ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഹെൽപ്പറായിരുന്നു. മെയിൻ ആളായിട്ട് വന്നില്ല. മെയിൻ ആളായിട്ട് വന്നത് 2000 മുതലായിരുന്നു. ഈ കലോത്സവ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാം. കലോത്സവ ഓർമ്മകൾ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 20 വർഷം 2006-ലാണ് ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എറണാകുളം സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ നിന്നും പാചകം ചെയ്യാൻ തുടങ്ങിയത്. അതേസമയത്ത് സ്കൂൾ കലോത്സവങ്ങൾ കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 2000 ആണ്ടിൽ അന്ന് KST എന്ന അധ്യാപക സംഘടനയായിരുന്നു ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല. പ്രത്യേകിച്ച് നമ്മുടെ വൈക്കം വിശ്വൻ ചേട്ടൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ആദ്യമായിട്ട് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം പാചകം ചെയ്ത് 2000 ആണ്ടിലാണ്. അപ്പോൾ കലോത്സവ ജീവിതത്തിലേക്ക് പാചകത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഇത് ഇതിൻ്റെ 25ാമത് വർഷമാണ്, ജൂബിലി ഇയറാണ്. ഈ ഒരു കേറ്ററിംഗ് ബിസിനസ്സും കൂടെ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂൾ കലോത്സവം നൽകുന്ന ഒരു സെലിബ്രിറ്റി ഇമേജ് ബിസിനസ് രംഗത്തും ഗുണകരമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഈ വഴിക്ക് ഇറങ്ങിയല്ലോ. അത് നമ്മൾ ആരും പറയാതെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ സെലിബ്രിറ്റി ഇതിപ്പോൾ ഈ സ്കൂൾ കലോത്സവങ്ങളെന്ന് പറഞ്ഞാൽ മോശമാവാനും നന്നാവാനും നിമിഷങ്ങൾ മതി. അപ്പോൾ നമ്മുടെ ടെൻഷൻ വളരെ ഹൈപ്പർ ടെൻഷൻ എടുത്തിട്ട് തന്നെയാണ് ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡുകളും കടന്നു പോകുന്നത്. അത്രയും ഉത്തരവാദിത്വത്തിൽ കൂടി ചെയ്യുന്നതിനാണ് നമുക്ക് വലിയ കേടുപാടുകളില്ലാണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് കാറ്ററിംഗ് രംഗത്ത് കാണാറുണ്ട്. നമ്മളെ അന്വേഷിച്ച് ഒരുപാട് കക്ഷികൾ പാചകത്തിന് വരാറുണ്ട്. മാത്രമല്ല ആ ഒരു കറഫിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി പാചകം ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നഗ്നമായ സത്യങ്ങളാണ്, മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളല്ല. ഈ വർഷവും ഫുഡ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത് KST എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ്. അവർ നൽകുന്ന പിന്തുണ എങ്ങനെയുണ്ട്? KST എന്ന ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് തന്നെ ഒരു കലോത്സവത്തിൻ്റെ പാചകം ഏൽപ്പിച്ച 2000 ആണ്ടിൽ KST എന്ന അധ്യാപക സംഘടനയായിരുന്നു. അന്ന് ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിട്ട് പാർട്ടി പ്രസിഡൻ്റായിട്ട് വൈക്കം വിശ്വൻ ഇരിക്കുന്ന സമയത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി തന്നെയാണ് ആദ്യമായിട്ട് കലോത്സവ പാചകത്തേക്ക് എത്തിയത്. അന്ന് മുതൽ ഇന്ന് വരെ 25 വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോൾ കലോത്സവ പാചകത്തിന്. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്, ഒരുപാട് നല്ല ഓർമ്മകൾ. പിന്നെ അതിൻ്റെ അകത്ത് ആകെപ്പാടെ ഒരു വിഷമം ഉണ്ടാക്കിയ 2023 കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ അനാവശ്യമായ ചില വിവാദങ്ങൾ ഉണ്ടായതായിരുന്നു. അതോടുകൂടി കഴിയുകയും ചെയ്തു. പിന്നീടെല്ലാം ഭംഗിയായിട്ട് ഇപ്പോഴും പോകുന്നു, എപ്പോഴും പോകുന്നു. ഈ തവണത്തെ കലോത്സവത്തിൻ്റെ ഫുഡ് എങ്ങനെയാണ് കൊടുക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഫുഡ് നമ്മൾ 2200ഓളം സീറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. 20 കൗണ്ടറുകളിലായിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഒരേ സമയം അത്ര ആൾക്കാർക്ക് ഒരേ സമയത്ത് കൊടുക്കാൻ കഴിയും. ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് കൊടുത്ത് തീർക്കാം ഒരു നേരത്തെ ഭക്ഷണം. അങ്ങനെയാണ്. ഉച്ചയ്ക്ക് 11:30 ഇറങ്ങിയാൽ 11:30, 12, 1:30, 2:30ക്ക് തീരും. രാവിലെ 7 മണിക്ക് ഇറങ്ങിയാൽ 10:30ക്ക് തീരും. വൈകുന്നേരം ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ രാത്രി 7 മണി 6:30ക്കൊക്കെ ഇറങ്ങാം. 10 മണി 9, 10 തീരും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് വിതരണ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ മെനു ഒക്കെ തീരുമാനിച്ചോ? മെനു ഒക്കെ ഓൾറെഡി നമ്മൾ ഡിക്ലെയർഡ് ആണ്. അപ്പോൾ 11 കൂട്ടം വിഭവങ്ങളോട് കൂടി ഒരു പായസത്തോട് കൂടിയ സദ്യയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. ഈ പായസം എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഇപ്പോൾ കുട്ടികൾ കണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കടുകാണ്. ചെറിയ പാക്കറ്റ് കടുക് കുട്ടികൾ കൊണ്ടുവന്നതാണ്. ഇതുപോലെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഈ കലവറയിലുള്ള സാധനങ്ങളെല്ലാം കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഞങ്ങളിതെല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്താവുന്ന സാധനങ്ങൾ കൊണ്ട് പരമാവധി വിഭവങ്ങൾ പായസം ഉൾപ്പെടെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് കാരണം നമുക്ക് മുൻകൂട്ടി എന്താണ് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തലേദിവസം ഞങ്ങൾ പറയും. അപ്പോൾ നാളെ രാവിലത്തെ മെനു ഞങ്ങൾ പുട്ടും കടലാണ് രാവിലത്തെ മെനുവിന് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് പാലട പ്രസവനോട് കൂടിയ സദ്യയാണ്. അതിൻ്റെ അകത്ത് സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, കിച്ചടിയുണ്ട്, മോരുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റന്നാളത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ നാളെ നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതെല്ലാം എടുത്തിട്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് മറ്റന്നാൾ നമ്മൾ മെനു ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് പോകണം. അജിംഷാദ്, അങ്ങനെ ഓരോ ദിവസവും പായസത്തിൻ്റെ വെറൈറ്റികൾ വ്യത്യസ്തമായത് ഓരോ ദിവസവും പ്രത്യേകമായി ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവിടെ ഈ പാചകപ്പുരയിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആവശ്യമായ വാഴയിലയിൽ തന്നെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കറികൾക്ക് ആവശ്യമായ പച്ചയത്തക്ക, അതുപോലെ പഴം, മറ്റ് പച്ചക്കറി ഐറ്റങ്ങൾ, അതെല്ലാം ആവശ്യത്തിനനുസരിച്ച് ലോഡ് കണക്കിന് സാധനം ഇപ്പോൾ ഈ പാചകപ്പുരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സംഘാടകർ. അജിംഷാദ്, തീർച്ചയായിട്ടും ഈ വാഴയിലയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് വളരെ ഗ്രീൻ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചാണ് ഇത്തവണത്തെ കർശനമായും ഈ പ്ലാസ്റ്റിക് കുപ്പിയും ഒക്കെ ആയിട്ട് അങ്ങനെ യഥേഷ്ടം കറങ്ങി നടന്ന് എവിടെയും ഉപേക്ഷിക്കാൻ വലിച്ചെറിയാവുന്നൊന്നും വിചാരിക്കണ്ട അല്ലേ?
ഈ ആഘോഷവും എല്ലാ സൗകര്യവും ഒരുക്കുമ്പോൾ ഇത്തരം ചില നിയന്ത്രണങ്ങൾ കൂടി പൗരബോധത്തിൻ്റെ ഭാഗമായി ഓരോരുത്തർക്കും ജോസിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് പ്രാവശ്യത്തെ കലോത്സവം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, പേപ്പർ ഇല ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പച്ച വാഴയിലയിൽ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് സംഘാടകർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും മെനു നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ദിവസവും ഊണിനൊപ്പം ഒരു പായസം, ഓരോ പായസം വെച്ചാണ് 5 ദിവസം കലോത്സവത്തിനും 5 ഇനം പായസം ഓരോ ദിവസവും ഓരോന്ന് വെച്ച് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, നാളെ പാലട പ്രഥമൻ ആണ് എന്നുള്ള കാര്യവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഇവിടെ ഭക്ഷണം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ലാവിഷായിട്ട് നാളെ വന്ന് ഭക്ഷണം കഴിക്കാം, പാലട പ്രഥമൻ കൂട്ടി കഴിക്കാം എന്നാണ് കരുതുന്നത്.